അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചീനിക്കാമൂല കേവ്. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വയനാട് വരുന്നവർ അമ്പലവയൽ വന്നിട്ടുണ്ടെങ്കിൽ 1000 കൊല്ലിക്ക് സമീപം 1 കിലോമീറ്ററേ ഉള്ളൂ. ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം. ഈ കേവിൻ്റെ ഉള്ളിൽ 2 രീതിയിൽ ഇവിടെ കയറാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് മേലെ ഒരു കയറ്, ആ കയറ് പിടിച്ച് കയറി മേലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു വഴി ഇതാണ്. റിസ്ക് എടുക്കുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴ പെയ്തതുകൊണ്ട് നല്ല സ്ലിപ്പായി വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഞാനും ക്യാമറയും എല്ലാം നിലത്തോട്ട് പോകും. തീർച്ചയായിട്ടും ഈ ഗുഹയും ഒരു ചെറുതാണ്, ആ ചെറിയ രീതിയിലുള്ള ഗുഹയൊന്ന് കാണണം നിങ്ങൾ. തീർച്ചയായിട്ടും നല്ല വൈബാണ്. ഇതാ ഈ ഗുഹൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ ചെറിയ വഴികളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കച്ചറയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് പോകണം. പക്ഷേ അവിടെ എല്ലാം വഴുക്കലുണ്ടാവും, സ്ലിപ്പാവും. ശ്രദ്ധിച്ചിട്ട് പോകേണ്ടി വരും ഈ സമയമായതുകൊണ്ട്. പിന്നെ വല്ലാത്തൊരു പാറക്കെട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലങ്ങളാണ്. ഇവിടുന്ന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. എന്ത് മനോഹരമായ വ്യൂ ആണെന്നാണ്. വല്ലാത്തൊരു വൈബാണ്. ഇവിടെ വരുന്നവർ തീർച്ചയായും ഇത് മിസ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പോകുന്ന റിസ്ക്കാണ്, പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ.